അവൾ ഒരിക്കലും കടലിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. ഒരിക്കൽ പോലും അതിൻ്റെ ആഴത്തെ നേരിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ടും കടലിൻ്റെ അടിത്തട്ടിൻ്റെ ആദ്യത്തെ മാപ്പ് വരച്ചത് അവളായിരുന്നു. പറഞ്ഞു വരുന്നത് 1950കളിലെ അമേരിക്കൻ ഓഷനോഗ്രാഫറായിരുന്ന മേരി താർപ്പിനെ പറ്റിയാണ്. അക്കാലത്ത് സ്ത്രീകൾക്ക് കടലിൽ യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അവൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ലാമോൺ ജിയോളജിക്കൽ ഒബ്സർവേറ്ററിയിലെ ഒരു ജോലിക്കാരിയായിരുന്നു. ജോലി വളരെ സിമ്പിളായിരുന്നു. കപ്പലുകൾ കളക്ട് ചെയ്യുന്ന സൊണാർ ഡേറ്റ രേഖപ്പെടുത്തി വയ്ക്കുക. എന്നാൽ ആ ഡേറ്റകൾ കമ്പൈൽ ചെയ്യുമ്പോൾ അവൾ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു വലിയ താഴ്വര, അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒരു പിളർപ്പ്. അതായിരുന്നു ഇന്ന് നാം അറിയുന്ന മിഡ് അറ്റ്ലാന്റിക് റിഫ്റ്റ്. ഭൂമിയുടെ പുറന്തോടായ ക്രസ്റ്റ് പിളർന്ന് പുതിയ സമുദ്രതടങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ആദ്യ തെളിവ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്ലേറ്റ് ടെക്ടോണിക്സ്. തുടക്കത്തിൽ ആരും അവളുടെ വാദങ്ങളെ കാര്യമായി എടുത്തില്ല. എന്നാൽ പുതിയ ഡാറ്റകൾ അവളുടെ വാദങ്ങളെ ശരിവയ്ക്കുന്നതായിരുന്നു. അങ്ങനെ ശാസ്ത്രത്തിന് അവളുടെ വാദങ്ങളെ അംഗീകരിക്കേണ്ടി വന്നു. കടലിൻ്റെ അടിത്തട്ട് പരന്ന് സമതലമായ ഒന്നാണ് എന്നായിരുന്നു അതുവരെയുള്ള പരക്കെയുള്ള വിശ്വാസം. അങ്ങനെ 1977 മേരി താർപ്പിൻ്റെ സഹായത്തോടെ ലോകത്തിൽ ആദ്യമായി കംപ്ലീറ്റ് ഓഷൻ ഫ്ലോർ മാപ്പ് നിലവിൽ വന്നു. ഭൂമിയെ ചുറ്റി നീളുന്ന അദൃശ്യമായ ഒരു മലനിരയെ അത് വെളിപ്പെടുത്തി. എർത്ത്ക്വേക്സ്, വോൾക്കാനോസ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, ഷേപ്പ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദ പ്ലാനറ്റ് എന്നിവയെപ്പറ്റിയുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു അത്. ഒരിക്കൽ പോലും കടലിൽ പോയിട്ടില്ലാത്ത അവൾ ഇതെല്ലാം കണ്ടെത്തിയത് തൻ്റെ ലാബിൻ്റെ ഒരു മൂലയിലുള്ള ഒരു ചെറിയ ഡെസ്കിലിരുന്നാണ് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മഹത്വം മനസ്സിലാവുന്നത്.